യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളിപ്പോൾ ധ്യാനിക്കുന്ന തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. കേൾക്കുന്ന എല്ലാവരോടും സംസാരിക്കുന്ന അടിയനോടും നിൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒക്ടോബർ മാസം അവസാന ഞായറാഴ്ച റിഫോർമേഷൻ സൺഡേ ആയിട്ട്, നവീകരണ ഞായറായിട്ട് ആചരിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ഇതിനു വേണ്ടി ആരംഭിച്ച ചരിത്രത്തെയും ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. 1517 വർഷം ഒക്ടോബർ മാസം 31 ദിവസം ജർമ്മനിയിൽ വിറ്റൻബർഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ ഓൾ സെയിൻസ് പള്ളിയുടെ വാതിലിൽ 95 തീസിസ് 95 വാദങ്ങൾ എഴുതി അവിടെ പതിച്ചു മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ. അങ്ങനെയാണ് ആരംഭിച്ചത് നവീകരണം. അതിൽ പറയപ്പെട്ടിട്ടുള്ള 5 പ്രധാനമായ വാക്യങ്ങൾ ഇതാണ്: കൃപ മാത്രം, വേദപുസ്തകം മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, ദൈവത്തിന് മാത്രം മഹത്വം. പള്ളിയിൽ അന്ന് നടന്ന പല തെറ്റായ പാരമ്പര്യങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന റിഫോർമേഷൻ അല്ലെങ്കിൽ നവീകരണം ഉണ്ടായത്. ഇത് പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭമായും കാണുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഇന്നത്തുള്ള ചിന്ത. സെലിബ്രേറ്റിംഗ് ഓഫ് ഗോഡ് സോവർണിറ്റി, ജസ്റ്റിസ് ആൻഡ് പീസ്. ദൈവത്തിൻ്റെ പരമാധികാരം, നീതി, സമാധാനം എന്നിവയുടെ ആഘോഷം. ദൈവത്തിൻ്റെ പരമാധികാരം, നീതി, സമാധാനം എന്നിവയുടെ ആഘോഷം. നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ചിൽ 1 മുതൽ 12 എണ്ണം വരെ കൃത്യമായിട്ട് വയ്ക്കാനും അതിൻ്റെ സമയം കൃത്യമായിട്ട് വെച്ച് തരാനും ഒരു വാച്ച് ഡിസൈനർ അല്ലെങ്കിൽ ഒരു വാച്ച് മേക്കർ ഉള്ളതുപോലെ ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കാനും എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാനും ഒരു ആൾ ആവശ്യമാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ പരമാധികാരത്തെയും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. മനുഷ്യർ പരിമിതിയുള്ളവരും മരണം എന്ന ഒരു അന്തിമ ഉള്ളവർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ദൈവം നിത്യനാണ്. അതോടൊപ്പം മനുഷ്യ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ കർത്തൃത്വം വെളിപ്പെടുത്തുകയും ചെയ്തു എന്ന് നമുക്ക് വേദപുസ്തകം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ ഉള്ള വാക്യങ്ങൾ യേശുവിൻ്റെ നിത്യരാജ്യത്വത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളെക്കാട്ടിലും ഒരു പരമാധികാരമുള്ള ദൈവമായി അവിടെ യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. 4-ാം സുവിശേഷം ദൈവത്തിൻ്റെ രാജ്യത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അധ്യായം യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവ വിവരങ്ങളിൻ്റെ ഒരു മുഖ്യ ഘടകമായും കാണുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ഈ വേദഭാഗം പിലാത്തോസിന് മുന്നിൽ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വിസ്താരവും പിലാത്തോസും യേശുക്രിസ്തുവും തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണയാണ് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ പിലാത്തോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. നീ യഹൂദന്മാരുടെ രാജാവോ എന്നായിരുന്നു ആ ചോദ്യം. എന്നാൽ യേശുക്രിസ്തു ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: എൻ്റെ രാജ്യം ഐഹികം അല്ല. ഇത് ലോകത്തിൻ്റെ മേലും എല്ലാ അധികാരങ്ങളുടെ മേലും യേശുക്രിസ്തുവിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ ദൈവം ഈ ലോകത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനല്ല, മറിച്ച് യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവൻ എന്ന സത്യവും ഈ വചനം നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു ലോകത്തിൻ്റെ നിത്യരാജാവാണ് എന്നും ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നിത്യതയും രാജ്യത്വവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ചൈതന്യം. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 7 വാക്യങ്ങളിൽ ഭരണാധികാരങ്ങൾ ദൈവത്തിൽ നിന്നാണ് എന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ടാണ് ഈ ദൈവത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, ദൈവത്തിൽ നിന്നാണ് അധികാരങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പൗലോസ് പറയുന്നു. ദൈവത്തിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും. പുറപ്പാട് 7-ാം അധ്യായം ദൈവം അവിടെ മോശയും അഹരോനെയും
ഫറവോനിടത്തേക്ക് പോയി പറയാൻ ഉള്ള ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ദൈവം അതൊക്കെ പറയുമ്പോൾ അവരോട് പറഞ്ഞത്, ഫറവോൻ നിങ്ങളെ തിരിച്ചു പോകാൻ വിടുകയില്ല. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത്? മോശയും ആരോനും ഫറവോന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പോകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെ എളുപ്പമാണ്. എന്നാൽ ഫറവോൻ അങ്ങനെ പറഞ്ഞില്ല. ദൈവം ഫറവോൻ രാജാവിന്റെ ഹൃദയം കഠിനമാക്കി. കാരണം ആ മിസ്രയീമിലുള്ള എല്ലാ ജനങ്ങളും, ഫറവോൻ രാജ മുതൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടി വരെ, ദൈവമാണ് എല്ലാത്തിൻ്റെ പരമാധികാരം, ദൈവമാണ് യഥാർത്ഥമായ ദൈവം എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയായിരുന്നു ദൈവം അങ്ങനെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയത്. യേശുക്രിസ്തു സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ക്രൂശിനെയും വഹിക്കുകയും ചെയ്തത് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. നീതിയും സമാധാനവും നമുക്ക് വേർപിരിക്കാൻ പറ്റില്ല. എവിടേക്ക് നീതി ഉണ്ടോ അവിടെയാണ് സമാധാനം ഉള്ളത്. ദൈവത്തിൻ്റെ പരമാധികാരം, നീതി, സമാധാനം എന്നിവ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഈ നവീകരണ ഞായർ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നവീകരണം എന്നത് എത്രയോ നൂറ്റാണ്ടിന് മുൻപ് മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ ചെയ്ത് വിട്ടുപോയ ഒരു പ്രവൃത്തി മാത്രമല്ല, അത് ഒരു തുടർച്ചയായ പ്രവൃത്തിയാണ്. നമ്മുടെ പാരമ്പര്യത്തെയും മറ്റ് എല്ലാ തെറ്റായ ചിന്തകളെയും വെല്ലുവിളിക്കാനും അതേക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു സമയമാണ് ഈ നവീകരണ ഞായർ. ക്രൂശിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു സെൽഫ് സാക്രിഫൈസ് ആണ്. അത് വിലയേറിയ ശിശുത്വത്തെ പിൻഗമിക്കുന്നതിന് അത് നമ്മെ വെല്ലുവിളിക്കുന്നു. കഷ്ടതയും നിന്ദയും പ്രയാസങ്ങളും സ്വയത്യാഗവുമെല്ലാം നീതിക്കും സമാധാനത്തിനു വേണ്ടിയുള്ള മുഖാന്തരമായി, അതിനു വേണ്ടിയുള്ള പ്രവർത്തികളായി നാം കാണണം. ദൈവിക പരമാധികാരത്തെ മുറുകെ പിടിക്കാനും നീതിക്ക് വേണ്ടി പോരാടാനും നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ നിത്യതയും എല്ലാ സൃഷ്ടികൾക്കും മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി തീരണം. ഇതിൽ നമ്മൾ വളരുമ്പോഴാണ് നീതിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും പോരാടാൻ നമുക്ക് കഴിയുള്ളൂ. ഈ വാക്കുകളിലൂടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.